നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സദ്യ വിഭവമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വടുകപ്പുളി അച്ചാറെന്നോ അല്ലെങ്കിൽ നാരങ്ങ കറി എന്നൊക്കെ പറയുന്ന സദ്യയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ നിങ്ങൾ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കാട്ടോ. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് ഒന്ന് അയച്ചു തന്നേക്കണേ. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട റെസിപ്പിയുടെയൊക്കെ ഫോട്ടോ നിങ്ങൾ ഒന്നില്ലെങ്കിൽ മെയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് അയച്ചു തന്നാൽ മതി. ഞാൻ രണ്ടിൻ്റെയും ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ നാരങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വടുകപ്പുളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ വടുകപ്പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരിഞ്ഞതിന് ശേഷം 1 കപ്പ് വടുകപ്പുളി ഉണ്ട്. വടുകപ്പുളിക്ക് നല്ല പുളിയായിരിക്കും, അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഒന്നില്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ വടുകപ്പുളി അരിഞ്ഞിട്ട് ഉപ്പ് പറ്റി വെക്കുന്നത് കുറച്ച് നേരം മുന്നേ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതുപോലെ തൊട്ട് മുന്നേ തന്നെ ചെയ്തെടുത്താലും മതി. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത പണിയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അപ്പോൾ നമ്മളിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇനി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടിയായിട്ട് തന്നെ അരിയണം കേട്ടോ. അത് അല്ലെങ്കിൽ നിങ്ങൾ ചതച്ച് ചേർത്താലും മതി. ഇത് ഏകദേശം 1 ഇഞ്ചോളം വരുന്ന ഇഞ്ചിയാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് 3ഓ 4ഓ എത്രയാണെങ്കിൽ എടുക്കുക. ഇതിപ്പോൾ നമ്മളിവിടെ ചൂനിയ മുളക് അല്ലെങ്കിൽ കാന്താരി മുളക് എന്നൊക്കെ പറയുന്ന ആ ഒരു മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ നാരങ്ങ കറിയിലേക്കൊക്കെ ഇതുപോലത്തെ നാടൻ മുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ അതെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയ്ക്ക് അങ്ങനെ അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ നമ്മൾ ഇത്രയൊന്നും ചേർക്കരുത്, അപ്പോൾ നല്ല എരിവായി പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പും പുളിയും മധുരമൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉപ്പൊക്കെ പറ്റി വെച്ചിട്ടുള്ള ആ നാരങ്ങ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ നാരങ്ങ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നാരങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിൽ ഉപ്പ് പുളി മധുരമൊക്കെ നോക്കുക. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ മധുരവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ 1/2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കറി നിങ്ങൾ നോക്കി നോക്കുക, അതായത് ഈ അച്ചാറൊന്ന് കഴിച്ച് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വടുകപ്പുളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു 4ഓ 5ഓ മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് ഇത്രയും മതിയാവും. അപ്പോൾ ഇതേ നമുക്ക് ഇങ്ങനെ ഒരു പാകത്തിൽ ഈ സമയത്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത്രയല്ലോ നമ്മുടെ അച്ചാർ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ നാരങ്ങക്കറി പൂർണ്ണമാണെങ്കിൽ, അതായത് ഈ നാരങ്ങ അച്ചാർ മുഴുവനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇതിലൊന്ന് താളിച്ചും കൂടി ചേർക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു നാടൻ വിഭവം ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നോക്കുക. ഇഷ്ടമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുകൊക്കെ മതിയാവും. കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അങ്ങനെ കടുക് പൊട്ടി തീരുന്നതോടുകൂടി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 വറ്റൽമുളകും ഇതുപോലെ നടു പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് ആ മുളകൊന്ന് റെഡിയായിട്ട് വന്നോളൂ.
നമ്മൾ ഈ അച്ചാറിൽ വിനാഗിരി ഒഴിക്കുക അല്ലെങ്കിൽ ഇതിൽ കുറേ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കുറേ നാൾ കേടാവണ്ടൊന്നും ഇരിക്കില്ല കേട്ടോ. ഇത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് പൂപ്പലൊക്കെ വന്ന് നാശമാവും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഉപയോഗിച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാളൊക്കെ നമുക്കിത് ഇരുന്നിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കണ അച്ചാറാണ്, നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കറിയായിട്ടാണ്, അതുകൊണ്ട് ഇതിന് നാരങ്ങ കറി എന്നും പറയാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആ വറ്റൽമുളകിൻ്റെ കളറൊക്കെ മാറി വരുന്നതോട് കൂടി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം അങ്ങനെ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അച്ചാറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അതോടുകൂടി നമ്മുടെ നാരങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇത്രയുള്ള വളരെ എളുപ്പമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സദ്യയിൽ നമ്മൾ അധികം മെനക്കെടാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവങ്ങളിൽ ഒന്നാണിത്. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കണം എന്നാണോ അതിനേക്കാൾ ഒരു 2 ദിവസം മുന്നോ അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കണതിൻ്റെ തലേ ദിവസം നിങ്ങളിത് ഉണ്ടാക്കി വെക്കുക. അല്ലാതെ സദ്യ ഉണ്ടാക്കണം അന്ന് ഇത് ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഇത് ഇരുന്നിട്ട് ഒന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ മുന്നേ ഇത് ഉണ്ടാക്കി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കിനോടൊപ്പം തന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റ് റെസിപ്പികളൊക്കെ പോയി നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സദ്യ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.